ഇടുക്കി പാറത്തോട്ടിലും പരിസര പ്രദേശങ്ങളിലും മയക്കുമരുന്ന് മാഫിയ സജീവമാകുന്നു എന്ന ആരോപണം വിഷയത്തിൽ ഫലപ്രദമായ നടപടി ആവശ്യപ്പെട്ട് പാറത്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കമ്പിളിക്കണ്ടത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജ്വാല പാറത്തോട്ടിൽ സമാപിച്ചു. പാറത്തോട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും മദ്യം മയക്കുമരുന്ന് സംഘങ്ങൾ സജീവമാകുന്നുവെന്നും ഇത് പ്രദേശത്തെ ആളുകളുടെ സ്വൈര്യജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും പാറത്തോട് പള്ളിവക പൂതാളിയിലെ കുറിച്ച് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് ഇതിനുദാഹരണമാണെന്നും ജനകീയ സമിതി ആരോപിച്ചു. മയക്കുമരുന്ന് മാഫിയകളെ ഇല്ലാതാക്കാൻ ശാശ്വത നടപടി സ്വീകരിക്കണമെന്നും യുവജനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പാറത്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. കമ്പിളിക്കണ്ടത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജ്വാല രാജക്കാട് SNDP യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പാറത്തോട് കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CS ജോസ് പ്രതിഷേധ ജ്വാല ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രതിഷേധ സൂചകമായി ദീപം തെളിയിച്ച് കമ്പിളിക്കണ്ടത്തു നിന്നും പാറത്തോട്ടിലേക്ക് രാത്രി നടത്തം സംഘടിപ്പിച്ചു. പാറത്തോട്ടിൽ നടന്ന സമാപന സമ്മേളനം ജനകീയ സമിതി മുഖ്യ രക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന, നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന വലിയ തിന്മയ്ക്കെതിരെയാണ് ഒരു സമരം നമ്മൾ സംഘടിപ്പിച്ചത്. ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് തീർച്ചയായിട്ടും ഒരു ശമനം ഉണ്ടാകുന്നില്ലെങ്കിൽ, ഈ മേഖലയിൽ വ്യാജമദ്യത്തിൻ്റെ വിൽപ്പന കുറയുന്നില്ലെങ്കിൽ, ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇതിനേക്കാൾ ശക്തമായ ജനകീയ പ്രക്ഷോഭമായി രംഗത്ത് വരാൻ ഈ പ്രദേശത്തെ ആളുകൾ ജാതിമത ഭേദമന്യേ നിർബന്ധിതരായി തീരുമെന്ന് ആളുകളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാമൂഹിക സാംസ്കാരിക സാമുദായിക സംഘടനാ പ്രതിനിധികളും പ്രദേശവാസികളും പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ് ഇടുക്കി.